ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സുജാത ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങി വരുന്ന സമയത്ത് അവിടേക്ക് തൊഴാനായി എത്തുന്ന നിത്യയെ കാണുന്നു. നിത്യയെ കണ്ടതും സുജാത വളരെ സന്തോഷത്തോടെ അരികിലേക്ക് ചെല്ലുകയും മോളെ ഇന്നിവിടെ കാണാൻ കഴിയുമെന്ന് ഞാൻ ഒട്ടും കരുതിയതല്ല എന്ന് സുജാത പറയുന്നു. അത് കേട്ട നിത്യ പറഞ്ഞു, അമ്മയെ ഇവിടെ വെച്ച് കാണാൻ കഴിയുമെന്ന് ഞാനും കരുതിയതല്ല, എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് നിത്യയും അറിയിച്ചു. അത് കഴിയുമ്പോഴാണ് സുജാത ചോദിച്ചത്, മോള് എന്തായാലും അന്നത്തെ വീട്ടിലുണ്ടായ സംഭവങ്ങൾ മോളുടെയും അച്ഛന്റെയും മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാകുമല്ലേ എന്ന് സുജാത ചോദിക്കുമ്പോഴേക്കും നിത്യ പറഞ്ഞു, അന്ന് അമ്മായി വല്ലാതെ വേദനിപ്പിച്ചാണ് പറഞ്ഞയച്ചത്. അതിൽ ഞാനും അച്ഛനും അമ്മയോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞത് കേട്ട് സുജാത നിത്യയോട് പറഞ്ഞു, അങ്ങനെയൊന്നും ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു തെറ്റും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് സുജാത ചോദിച്ചു. എന്തായാലും അന്ന് മോളുടെ അമ്മായി പറഞ്ഞതൊക്കെ കേട്ട് ഞാൻ തിരികെ പോകുന്നത് അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതി തന്നെയായിരുന്നു എന്ന് സുജാതയും അറിയിച്ചു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സുജാത നിത്യയുടെ കവിളത്ത് തിമിർത്ത് കിടക്കുന്ന പാടുകൾ കണ്ടത്. അത് കണ്ട ഉടനെ തന്നെ സുജാത നിത്യയുടെ കവിളത്ത് തന്റെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, ഇതെന്താ മോളെ, കവിളത്ത് എന്താ സംഭവിച്ചത്? അത് കേട്ട നിത്യ എന്ത് പറയാന്നറിയാതെ ആകെ പ്രയാസപ്പെടുകയും അത് പിന്നെ ഇന്നലെ വാതിലിനരികിൽ ചെന്നപ്പോ എന്നൊക്കെ നിത്യ ഒഴിവുകഴിവ് പറയാൻ തുടങ്ങുമ്പോൾ സുജാതയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. സുജാത മോള് വാ എന്ന് പറഞ്ഞുകൊണ്ട് നിത്യയെ വിളിച്ചുകൊണ്ട് അപ്പുറത്ത് മാറിയിരുന്ന് സംസാരിച്ചു. ആ സമയത്ത് നിത്യ സംസാരിക്കുന്നതിനിടയിൽ സുജാത നിത്യയോട് ചോദിച്ചു, മോളെ എന്തായാലും പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അകന്നു പോകണമെന്ന് പറയുമ്പോഴും ഇപ്പോൾ പോലും നമ്മൾ അറിയാതെ അടുത്തുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ അടുത്തു തുടങ്ങി അല്ലേ എന്ന് നിത്യയോട് സുജാത ചോദിച്ചു. അത് കേട്ട നിത്യ പറഞ്ഞു, അമ്മയുടെ മകളായും അമ്മയുടെ കൂടെ നടക്കാനും എനിക്ക് ഭാഗ്യമില്ലാതെ പോയി എന്ന് നിത്യ സങ്കടപ്പെടുന്നത് കണ്ട് സുജാത ചോദിച്ചു, അല്ല അവർക്ക് എത്ര രൂപയാ കടമായിട്ടുള്ളത്, ഒത്തിരി പണം കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിത്യ പറഞ്ഞു, അത് അമ്മയ്ക്ക് വേണ്ടി മരുന്നിന് വേണ്ടി വാങ്ങിച്ചതാണ്, അമ്മയുടെ ചികിത്സയ്ക്കായി. അമ്മയും പോയി കടബാധ്യതയും ബാക്കിയായി. ഞാനും അച്ഛനും ഇപ്പോ പിന്നെ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾക്ക് അത് വീട്ടാൻ വേറെ നിവൃത്തിയില്ലാതായല്ലോ എന്ന് നിത്യ സങ്കടപ്പെടുന്നത് കണ്ട് സുജാത പറഞ്ഞു, മോള് വിഷമിക്കാതെ, ആരുമില്ലാത്തവർക്ക് ദൈവം തുണയായിട്ടുണ്ട്. ദൈവത്തിന്റെ ഇംഗിതങ്ങൾക്ക് അപ്പുറത്തായി മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സുജാത നിത്യയോട് പറയുന്നു. അതുകൊണ്ട് മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് നിത്യയെ സമാധാനിപ്പിച്ചു. ഈ സമയത്ത് ക്ഷേത്രത്തിലേക്ക് പോകാനായി റെഡിയായി ഇറങ്ങിയ ഹരിയും കൂട്ടുകാരൻ വീണുവും കൂടി പാടവരമ്പത്തെത്തിയപ്പോ അവിടെ ഒരു മട ഇടിഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ട് ഹരി അത് നന്നാക്കാനായി നിൽക്കുന്നു. ഇത് കണ്ട ഉടനെ വീണു പറഞ്ഞു, നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് അതുവഴി കോളേജിലും പോകേണ്ടതല്ലേടാ, നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു നടന്നാൽ ഏതു നേരവും ഇങ്ങനെ വയലിൽ തന്നെ നിന്നാൽ എങ്ങനെയാടാ കാര്യങ്ങൾ എന്ന് വീണു ചോദിച്ചത് കേട്ട് ഉടനെ തന്നെ ഹരി പറഞ്ഞു, എടാ വഴിയരികിൽ ഒരാൾ തളർന്ന് അവശനായി കിടക്കുന്നതും ഇതുപോലെ മട പൊട്ടിക്കിടക്കുന്നതും കണ്ടാൽ എനിക്കത് കണ്ടില്ലെന്ന് നടിച്ചു പോകാനാകില്ല, അത് ഞാൻ അങ്ങനെ ശീലിച്ചു പോയത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഹരി അത് വേഗം റെഡിയാക്കി വേണുവിന്റെ അരികിലേക്ക് വരുമ്പോഴാണ് അമ്മാവനും കൂടെ വീണയും അവിടേക്ക് നടന്നു വരുന്നത് അവർ കണ്ടത്. അമ്മാവനും വീണയും കൂടി വരുന്നത് കണ്ട് ഹരി വേഗം അവരുടെ അരികിലേക്ക് എത്തി. എന്താ അമ്മാവ, എവിടെ പോവാ എന്ന് ചോദിച്ചതും അമ്മാവൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ടടാ, ഞങ്ങൾ രണ്ടുപേരും കൂടി ആ കുന്നുമേലൊന്ന് പോവാണ്. അത് കേട്ട ഉടനെ ഹരി സംശയത്തോടെ അമ്മാവനോട് ചോദിച്ചു, അവിടെ ഇപ്പൊ എന്തിനാ അമ്മാവ പോകുന്നത്? അപ്പോഴാണ് അമ്മാവൻ പറഞ്ഞത്, അവിടുത്തെ അമ്മണി ചേച്ചി വയ്യാതെ കിടക്കുകയാണല്ലോ, 2-3 വട്ടം ഞാൻ അവിടെ ചെന്നപ്പോ ഇവിടെ ഒന്ന് കാണണമെന്ന് അവർ ആഗ്രഹം പറഞ്ഞിരുന്നു. എന്തായാലും ഇന്ന് ഇവള് കൂടെ വരാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ അവിടെ വരെ ഒന്ന് പോവുകയാണ് എന്ന് അറിയിച്ചു. ഉടനെ വളരെ സന്തോഷത്തോടെ ഹരിയോട് വീണ സംസാരിക്കണം. ഹരിയേട്ടന് ക്ഷേത്രത്തിൽ പോകാൻ ഇറങ്ങിയിട്ട് എന്തു പറ്റി, അല്ല വേണുവേട്ടന് സുഖമല്ലേ എന്നൊക്കെ ഹരിയുടെ മുന്നിൽ വെച്ച് വിശേഷങ്ങൾ വീണ അന്വേഷിച്ചു. വേണു വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ സുഖമാണ് വീണ എന്ന് പറയുമ്പോൾ അതോടൊപ്പം അതിശയും അവരുടെ മുഖത്ത് നിഴലിച്ചു. ഉടനെ തന്നെ ഹരിയെ നോക്കി വീണ പറഞ്ഞു, ഹരിയേട്ടാ ഇനി ഒത്തിരി നേരം താമസിക്കാതെ വേഗം ക്ഷേത്രത്തിൽ പോകാൻ നോക്ക്. അല്ല ഇതെന്താ മുണ്ടയിലാകെ ചെളി പിടിച്ചല്ലോ, ഇത് പോയി വീട്ടിൽ മാറിയിട്ട് പോയാ മതി കേട്ടോ എന്നൊക്കെ വീണ ഹരിയോട് അറിയിച്ചു. വീണയോട് ഹരി പറഞ്ഞു, ഏയ് ഇതൊന്നും കുഴപ്പമില്ല വീണേ, സാരമില്ലടി, നിങ്ങൾ പൊയ്ക്കോ എന്നാ അമ്മാവനോടും വീണയോടും പറയുമ്പോ എന്നാ ശരി ഞങ്ങള് നടക്കുക എന്ന് പറഞ്ഞപ്പോ അമ്മാവൻ വീണയോട് പറഞ്ഞു, മോൾ അങ്ങോട്ട് നടന്നോ, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ്
അമ്മാവൻ മോളോട് നടന്നോളാനായി അറിയിച്ചു. വീണ പറഞ്ഞു, എന്തായാലും ഇനിയും വൈകിപ്പിക്കരുത് അവരെ. അച്ഛൻ ചുമ്മാ വർത്താനം പറഞ്ഞ് അവരോട് പിടിച്ചു നിർത്താൻ നോക്കല്ല എന്ന് പറഞ്ഞ് വീണ മുന്നോട്ട് നടക്കുമ്പോ ഹരിയുടെ നേരെ നോക്കി അമ്മാവൻ പറഞ്ഞു, എടാ, അവളിൽ ഇന്നു മുതൽ ചില മാറ്റങ്ങൾ ഉണ്ടായതുപോലെ എനിക്ക് തോന്നുകയാണ്. രാവിലെ നീ പോന്നതിന് ശേഷം മറ്റൊരു സംഭവം ഉണ്ടായി. ഇന്ന് അവൾ ഞെട്ടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ എന്റെ മുന്നിൽ ഒരു ഗ്ലാസ് ചായയുമായി അവൾ വന്നു നിന്നു. അത് കേട്ടതും ഹരി അതിശയത്തോടെ ചോദിച്ചു, അല്ലമ്മാവ, അവൾ അടുക്കളയിലൊക്കെ കയറാൻ തുടങ്ങിയോ? അത് കേട്ട ഉടനെ അമ്മാവൻ പറഞ്ഞു, അതേടാ, എന്റെ മോൾക്ക് ഇപ്പോ മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവള് എന്താ ഇങ്ങനെയെന്ന് അറിയത്തില്ല, പക്ഷേ രാവിലെ മുതൽ നല്ല സ്വഭാവത്തിലാണ് ആള് എന്ന് പറഞ്ഞപ്പോ ഹരി പറഞ്ഞു, എന്തായാലും അമ്മാവ, അവളുടെ ഈ പെരുമാറ്റം കണ്ടിട്ട് അതിൽ കൃത്രിമത്വം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് അറിയിച്ചു. എന്തായാലും ഇന്ന് അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്, ആ കുന്നുമേലെ അമ്മണി ചേച്ചിയെ പോയി കാണാമെന്ന്. പലതവണ ഞാൻ അവളോട് ആവശ്യപ്പെട്ടിട്ടും അവൾ വരാൻ കൂട്ടാക്കിയിരുന്നില്ല. എന്നാൽ ഇന്ന് എന്റെ കൂടെ വരാമെന്ന് സമ്മതിച്ചു. ആ, എല്ലാം നല്ലതിനായിരിക്കും എന്ന് പറഞ്ഞപ്പോ വേണു പറഞ്ഞു, എന്തായാലും അമ്മാവന്റെ ഉപദേശത്തിനും ഭീഷണിക്കും ഒക്കെ ഫലമുണ്ടായി എന്ന് പറഞ്ഞപ്പോ ഉടനെ, എന്നാ ഇനി സമയം കളയണ്ട അമ്മാവ, അമ്മാവൻ നടന്നു എന്ന് ഹരി അമ്മാവനോട് അറിയിച്ചു. അത് കേട്ടത് അമ്മാവൻ ഹരിയോടും വേണുവിനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് നടന്നു പോന്നു. അതിനുശേഷം ഹരിയും വേണുവും കൂടി നേരെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഈ സമയത്ത് ക്ഷേത്രത്തിൽ തൊഴാനായി എത്തിയ സുജാതയും നിത്യയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതിനിടയിൽ സുജാത മനസ്സിൽ പറഞ്ഞു, ഭഗവാനെ, ഈ മകളെ എന്റെ മകളായി എനിക്ക് തരണേ എന്ന് സുജാത മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. ഈ സമയത്ത് സുജാത പ്രാർത്ഥിക്കുന്ന നേരത്ത് പെട്ടെന്ന് അവിടെ ഒരാൾ നല്ല രീതിയിൽ കീർത്തനം ആലപിക്കുന്നത് കേട്ടു. അത് കേട്ട ഉടനെ സുജാത കണ്ണു തുറന്നു നോക്കിയതും തൊട്ടരികിൽ നിന്ന നിത്യയായിരുന്നു ആ കീർത്തനം ആലപിച്ചത്. അത് കേട്ട് സന്തോഷത്തോടെ അതിൽ ലയിച്ച് അവിടെ വന്ന മറ്റ് ആളുകളും ആ കീർത്തനം കേട്ട് അങ്ങനെ ലയിച്ചു നിന്നു. അതിനുശേഷം അവിടേക്ക് ഹരിയും വേണുവും എത്തിച്ചേർന്നു. വേണുവും ഹരിയും വണ്ടി വെച്ചതിന് ശേഷം ക്ഷേത്രത്തിന് അരികിൽ അവർ എത്തിയപ്പോഴേക്കും ആ കീർത്തനം ആലപിക്കുന്നത് കേട്ടതോടെ ഹരിക്ക് പെട്ടെന്ന് ആ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നു. ഹരി സംശയത്തോടെ വേണുവിനോട് ചോദിച്ചു, എന്റെ മധുര നൊമ്പരെ കാറ്റുന്ന ആ കവിത ആലപിച്ച ശബ്ദം തന്നെയല്ലേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതെന്ന് വേണുവിനോട് ചോദിച്ചതും വേണു പറഞ്ഞു, അതെ, അത് തന്നെയാണ്. എന്നാ എനിക്ക് അയാളെ ഇപ്പൊ കാണണം എന്ന് പറഞ്ഞ് ഹരിയും വേണുവും വേഗം ആ നടക്കിലേക്ക് ഓടുന്നു. ഈ സമയത്തിനുള്ളിൽ അവിടെ നാമം ജപിച്ചതിന് ശേഷം അവിടെ നിന്ന് സുജാതയും നിത്യയും പ്രദക്ഷിണം വയ്ക്കാനായി പോകുന്നു. അപ്പോഴാണ് ഹരിയും വേണുവും അവിടേക്ക് ഓടിയെത്തിയത്. ഹരി അവിടെ വന്ന് നിൽക്കുന്ന പെൺകുട്ടികളെ എല്ലാം നോക്കിയിട്ട് ഇതിൽ ആരായിരിക്കും പാടിയത് എന്ന് സംശയത്തോടെ വേണുവിനോട് ചോദിച്ചു. ഉടനെ വേണു പറഞ്ഞു, ഇതിനോടകം പാടിയ ആള് പോയിട്ടുണ്ടെങ്കിലോ എന്ന വേണുവിന്റെ ചോദ്യം കേട്ട് ഹരി പറഞ്ഞു, അങ്ങനെയാകാൻ വഴിയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹരി ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥനയോടെ നിന്നു. ഇതിലേതാണ് ഭഗവാനെ എന്റെ പെണ്ണ്, എനിക്ക് കാണിച്ചു തരണേ എന്ന് മനസ്സിൽ ഹരി പ്രാർത്ഥിക്കുമ്പോൾ ഹരിയുടെ മുന്നിലേക്ക് നിത്യയും പിന്നാലെ സുജാതയും എത്തുന്നു. നിത്യ അവിടെ നിന്ന് ഹരിയുടെയും സുജാതയുടെയും നടുക്കായി നിന്ന് പ്രാർത്ഥിച്ചു. ഹരി തന്റെ പെണ്ണിനെ കാണിച്ചു തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ സുജാത പ്രാർത്ഥിച്ചത്, എനിക്ക് ഈ മകളെ എൻ്റെ സ്വന്തം മകളായി തരണേ എന്നതായിരുന്നു. അപ്പോഴാണ് നിത്യ പ്രാർത്ഥിച്ചത്, എൻ്റെ അച്ഛന് ആപത്തൊന്നും വരുത്തരുതെന്നും എന്നെയും അച്ഛനെയും ഞങ്ങളെയൊക്കെ ഇത്ര ഏറെ സ്നേഹിക്കുന്ന ഈ അമ്മയ്ക്കും ഒരാപത്തും വരുത്തരുതേ എന്ന് നിത്യ പ്രാർത്ഥിച്ചു. ഈ സമയത്ത് നിത്യയുടെ അരികിൽ വെച്ച് നിത്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് അവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയ സുജാത സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയെത്തിയ സുജാതയുടെ മുഖത്തെ സന്തോഷം കണ്ട് ശരവണനും അതിശയമായി. ശരവണനോട് കാറിൽ നിന്നിറങ്ങിയ ഉടനെ സുജാത ജീവനുണ്ടോ എന്ന് അന്വേഷിച്ചു. ആ സാർ അകത്തുണ്ട് എന്ന് ശരവണൻ മറുപടി നൽകിയതും സുജാത പ്രസാദം എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി ചെന്നു. സുജാതയുടെ സന്തോഷം കണ്ട് അരികിലേക്ക് എത്തിയ ജ്യോതി ചോദിച്ചു, അമ്മ വലിയ സന്തോഷത്തിലാണല്ലോ. ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് പോയതുപോലെ അല്ലല്ലോ ആളുടെ മുഖം ഇപ്പോ എന്ന് പറഞ്ഞതും സുജാത പറഞ്ഞു, അതിനുള്ള കാരണം ഉണ്ടായി. അല്ല, ജീവൻ എവിടെ, അവനെ വിളിക്കുക എന്ന് പറഞ്ഞു. ജീവൻ ഇതാ വരുന്നമ്മേ എന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങിയെത്തി. ജ്യോതി ചോദിച്ചു, എന്താ അമ്മയുടെ സന്തോഷത്തിന് കാരണം? അപ്പോഴും സുജാത പറഞ്ഞു, കാര്യങ്ങൾ പറയാം, അവൻ കൂടി വരട്ടെ എന്ന് പറഞ്ഞ് ജീവനും അരികിലേക്ക് എത്തിയതും സുജാതയുടെ അരികിലേക്ക് ജീവൻ വന്നെത്തി. എന്താ അമ്മേ, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ സുജാത പറഞ്ഞു, അതെ, ഇന്ന് ക്ഷേത്രത്തിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. ഞാൻ ക്ഷേത്രത്തിൽ ചെന്നപ്പോ അവിടെ അവളും ഉണ്ടായിരുന്നു. അത് കേട്ട ഉടനെ സംശയത്തോടെ
ജ്യോതി ചോദിച്ചു, ആരാ അമ്മേ? ഉടനെ സുജാത പറഞ്ഞു, നിത്യമോൾ തന്നെ. നിത്യമോള് ഒരു പാവമാണ്. സത്യത്തിൽ പുറമേ ചിരിച്ചു കളിച്ചു നടക്കുന്നവരൊക്കെ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നവരായിരിക്കില്ല. മനസ്സിന്റെ ഉള്ളിൽ കുറേയേറെ നീറിപ്പുകയുന്ന വേദനകൾ ഉള്ളിൽ അടക്കി വെച്ച് പുറമെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്ന് സുജാത പറഞ്ഞത്. നിത്യ ചോദിച്ചു. നിത്യയെ കുറിച്ചുള്ള സുജാതയുടെ വാക്കുകൾ കേട്ട് ജ്യോതി ചോദിച്ചു, അമ്മേ, ഇതാരെക്കുറിച്ച് അമ്മ പറയുന്നത്? ഉടനെ ജീവനും അത് തന്നെ അന്വേഷിച്ചു. അമ്മ ഇത് ആരുടെ കാര്യമാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ജീവനോട് സുജാത പറഞ്ഞു, നിത്യമോളുടെ കാര്യം തന്നെയാ. അവരുടെ അച്ഛന് കുറച്ച് കടബാധ്യതയുണ്ടായി. അതിന്റെ പേരിലാണ് ആ സ്ത്രീ അവരെ ഇതുപോലെ ചൂഷണം ചെയ്യുന്നത് എന്ന് സുജാത അറിയിച്ചു. അത് കേട്ടതും ജീവൻ ചോദിച്ചു, എന്നിട്ട് അമ്മ എന്താ അവരെ സഹായിക്കാമെന്ന് പറഞ്ഞോ? അവർക്ക് വാക്കു കൊടുത്തോ എന്ന് സംശയത്തോടെയും ദേഷ്യത്തോടെയും ജീവൻ ചോദിച്ചപ്പോ സുജാത പറഞ്ഞു, പിന്നല്ലാതെ ആ പാവങ്ങളെ സഹായിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ചെയ്യണ്ടേ മോനെ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, മോനെ, ആ കുട്ടിയെ എനിക്ക് വേണം. ഇവിടേക്ക് കൊണ്ടുവരുന്നതിൽ മോന് വിരോധമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ജീവൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ സന്തോഷമല്ലേ എനിക്ക് വലുത്. അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുമെന്ന് ജീവൻ വാക്കുകൊടുത്തു. അത് കേട്ടതോടെ സുജാത വളരെ സന്തോഷത്തോടെ റൂമിലേക്ക് പോകുന്നു. ഇത് കേട്ട ശരവണൻ കിച്ചണിൽ നിന്ന് അയ്യ എന്ന് വിളിച്ചതും ജീവൻ ഉടനെ ദേഷ്യത്തോടെ ശരവണന്റെ അരികിലേക്ക് ചെന്നു. ശരവണൻ ചോദിച്ചു, കോളടിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോ ശരവണന്റെ കൈ പിന്നിലേക്ക് തിരിച്ചു പിടിച്ച് വേദന കാരണം നിലവിളിക്കുന്നത് മറ്റാരും കേൾക്കാതിരിക്കാനായി ശരവണന്റെ വായും പൊത്തിപ്പിടിക്കുന്നു. ഈ സമയത്ത് നിത്യ വീട്ടിലേക്ക് മടങ്ങിയെത്തിയതും സദാനന്ദനോട് പറഞ്ഞു, അച്ഛാ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്ന് ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് എൻ്റെ സങ്കടമെല്ലാം മാറിയച്ചാ എന്ന് പറഞ്ഞപ്പോ സദാനന്ദൻ മകള് പ്രസാദം തൊട്ട് തരുന്നത് അനുസരണയോടെ നിൽക്കുമ്പോൾ സദാനന്ദൻ ചോദിച്ചു, എനിക്കറിയാം, ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ ഭഗവാന്റെ മുന്നിൽ സങ്കടങ്ങളൊക്കെ ഇറക്കി വെച്ച് തിരിച്ചു വരുമ്പോൾ അച്ഛൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കണമെന്നും അച്ഛനോട് സന്തോഷത്തോടെ സംസാരിക്കണമെന്നും മോള് തീരുമാനിച്ചു. അച്ഛനെ മനസ്സിലുള്ള സങ്കടം അലട്ടാൻ പാടില്ലെന്നും അച്ഛൻ്റെ മുന്നിൽ സങ്കടപ്പെട്ടിരിക്കരുതെന്നും മോള് തീരുമാനിച്ചു. അതല്ലേ കാര്യം എന്ന് സദാനന്ദൻ അന്വേഷിച്ചതും ഉടനെ നിത്യ പറഞ്ഞു, അതല്ലച്ചാ കാര്യം, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇന്ന് ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് ഒരാളെ കണ്ടു. ഉടനെ സദാനന്ദൻ ചോദിച്ചു, ആരെയാ മോള് കണ്ടത്? സദാനന്ദന്റെ ചോദ്യം കേട്ട് സന്തോഷത്തോടെ നിത്യ പറഞ്ഞു, വേറെ ആരുമല്ലച്ചാ, ആ അമ്മയെ തന്നെ. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നില്ലേ? എന്തൊരു ശക്തിയാ അമ്മയ്ക്കെന്നറിയാവോ? ആ അമ്മയോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ പറിച്ചെടുക്കുന്നത് പോലെ ആ അമ്മ മാറ്റിക്കളയും. ആ അമ്മയോട് സംസാരിച്ചപ്പോ അത്രത്തോളം സന്തോഷമാണ് എന്റെ മനസ്സിന് തോന്നിയത്. എന്റെ മനസ്സിലെ ദുഃഖങ്ങളെല്ലാം അതോടെ ഇല്ലാതായച്ചാ. എന്തൊരു ശക്തിയാ അമ്മയ്ക്ക് എന്ന് സുജാതയെ കുറിച്ച് വളരെ സന്തോഷത്തോടെ നിത്യ പറഞ്ഞു. അത് കേട്ട സദാനന്ദൻ ചോദിച്ചു, അല്ല, എന്നിട്ട് എന്താ സുജാത പറഞ്ഞത് എന്ന് അന്വേഷിച്ചതും സദാനന്ദനോട് നിത്യ പറഞ്ഞു, അച്ഛാ, അമ്മയ്ക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഈ വിവാഹം നടക്കാത്തതിലും എന്നെ അമ്മയുടെ മകളായി കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയാത്തതിലും അമ്മ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. എന്നോട് ആ കാര്യം പറഞ്ഞു. പാവ അമ്മ, അമ്മയുടെ സങ്കടം കണ്ടപ്പോ എനിക്കും വിഷമം തോന്നി എന്ന് സുജാതയെ കുറിച്ച് നിത്യ പറഞ്ഞു. അത് കേട്ടുകൊണ്ട് സദാനന്ദൻ പറഞ്ഞു, ആ, എന്തായാലും ഭാഗ്യം നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് വന്നിട്ടും മഹാലക്ഷ്മിയെ നമ്മുടെ വീട്ടുപടിക്കലെത്തിയിട്ടും നമുക്ക് ആ സൗഭാഗ്യത്തെ നേടാൻ കഴിഞ്ഞില്ലല്ലോ മോളെ. അങ്ങനെ ഒരു ഹതഭാഗ്യരായി പോയി നമ്മൾ എന്ന് സദാനന്ദൻ നിത്യയോട് അറിയിച്ചു. അങ്ങനെ വിഷമിച്ചുകൊണ്ട് അങ്ങനെ പറയുമ്പോഴേക്കും അങ്ങനെ ഇപ്പൊ സങ്കടപ്പെടണ്ട എന്ന് അറിയിച്ചുകൊണ്ട് വേഗം നിത്യ പറഞ്ഞു, അച്ഛാ, ആ അമ്മ എൻ്റെ കയ്യിൽ നമ്പർ തന്നിട്ടുണ്ട്. എന്ത് സങ്കടം ഉണ്ടെങ്കിലും അമ്മയെ വിളിച്ചാൽ മതിയെന്നും അമ്മ ഇവിടെ ഓടിയെത്താമെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിത്യ അറിയിച്ചു. അത് കേട്ടുകൊണ്ട് അവിടേക്ക് എത്തിയ നളിനി പറഞ്ഞു, എന്നാലേ ആ മുട്ടുകാൽ ഞാൻ തല്ലിയൊടിക്കും. അത് കേട്ട സദാനന്ദനും നിത്യയും ഞെട്ടലോടെ വാതുക്കലേക്ക് നോക്കുമ്പോൾ നളിനിയും വിമലും കൂടി വീടിനകത്തേക്ക് ഓടിക്കയറിയെത്തി. അതെ, ആ സ്ത്രീ കുറെ നാളായി ഇതിലെ ചുറ്റിപ്പറ്റി നടക്കുന്നു. നിങ്ങൾ രണ്ടുപേരും അച്ഛനും മകളും കൂടി ഇതുപോലെ അവരെ വിളിച്ചു വരുത്തുന്നതാണോ? അതോ ഫോണിൽ വിളിച്ച് അവരെ കാണണമെന്ന് പറഞ്ഞിട്ടാണോ ഇതുപോലെ കൂടിക്കാഴ്ചകൾ നടത്തുന്നത് എന്ന് നളിനി ദേഷ്യത്തോടെ നിത്യയോട് ചോദിക്കുന്നു. അത് കേട്ടതും നിത്യ പറഞ്ഞു, അല്ല, ഞാനിന്ന് ക്ഷേത്രത്തിൽ പോയപ്പോ അവിടെ വെച്ച് അവിചാരിതമായി അമ്മയെ കണ്ടതാണെന്ന് പറഞ്ഞതും ഉടനെ നളിനി പറഞ്ഞു, മേലാൽ ആ സ്ത്രീയെ നീ കാണുകയോ അവരോട് സംസാരിക്കുകയോ ചെയ്തു പോകരുത്. ഇനി അഥവാ അവർ നിന്നോട് സംസാരിക്കാനായി വന്നാലും മുഖം തിരിച്ച് നീ മാറിപ്പോയിക്കോണം, മനസ്സിലായോ എന്ന് ചോദിച്ച് നളിനി ദേഷ്യപ്പെട്ടു. ഉടനെ നളിനിയുടെ ആ ദേഷ്യപ്പെടൽ കേട്ട് സദാനന്ദൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല നളിനി എന്ന് പറഞ്ഞതും അപ്പോഴേക്കും നളിനി
അവരുടെ വീട് എവിടെയാണെന്ന് സദാനന്ദനോട് അന്വേഷിച്ചു. എന്തിനായി പറഞ്ഞിട്ട് എന്ന് സദാനന്ദൻ ചോദിച്ചതും അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അവരെ എന്തായാലും കാണുന്നുണ്ട് എന്ന് നളിനി പറയുന്നു. എന്തായാലും ഇനി ഒരു കാര്യം ചെയ്യാം, വിവാഹം കഴിയുന്നത് വരെ ഇവൻ ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് വിമല നിത്യയുടെ വീട്ടിൽ നിൽക്കട്ടെ എന്നുള്ള തീരുമാനം നളിനി അറിയിച്ചു. അത് കേട്ടതും സദാനന്ദൻ പറഞ്ഞു, അതൊന്നും വേണ്ട, വിവാഹത്തിന് മുൻപ് അങ്ങനെയൊന്നും നിൽക്കണ്ട, ആളുകൾ പലതും പറയും എന്ന് പറഞ്ഞത് കേട്ട് നളിനി പറഞ്ഞു, ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും എനിക്കും എന്റെ മകനും പ്രശ്നമുള്ള കാര്യങ്ങളല്ല. പിന്നെ ഇവിടെ ഏട്ടനെ കുറിച്ച് നാട്ടുകാർ ഭയങ്കര നല്ല കാര്യങ്ങളൊക്കെയാ പറയുന്നത്, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അത് മാറ്റുകയും വേണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ വിവാഹം പറഞ്ഞ് വാക്കുറപ്പിച്ചിട്ട് വാക്ക് വ്യത്യാസം എങ്ങാനും കാണിച്ചാലുണ്ടല്ലോ, പിന്നെ ഇവൻ ഇവിടെ നിന്നോട്ടെ, ഇവൾക്ക് ഇനി എന്താവശ്യത്തിന് പുറത്തു പോകണമെങ്കിലും ഇവന്റെ കൂടെ ഇവൾ പോയാ മതി എന്ന് പറഞ്ഞപ്പോ വിമല വലിയ നാണത്തോടെ നിത്യയെ നോക്കുന്നു. അപ്പോഴേക്കും നളിനി ചോദിച്ചു, എന്താടാ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ വിമല പറഞ്ഞു, നിത്യയുടെ കൂടെയല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിത്യയുടെ വീട്ടിലല്ലേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് വിമല മറുപടി നൽകി. അത് കേട്ടതും സദാനന്ദൻ പറഞ്ഞു, അത് ശരിയാവില്ലെന്ന് പറഞ്ഞിട്ടും നളിനി അത് നിർബന്ധപൂർവ്വം അവിടെ വിമൽ നിൽക്കട്ടെ എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. നിത്യ ആ വാക്കിൽ കേട്ട് ആകെ വിഷമത്തിലുമായി. അപ്പോഴാണ് വീണയുടെ ഫോണിലേക്ക് കൂട്ടുകാരി വിളിച്ചത്. വീണ കോൾ എടുത്തതും ഉടനെ തന്നെ ആ ഷൂട്ടിങ്ങിനായി ചെല്ലാനായി അവർ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും വീണ പറഞ്ഞു, ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ, ഇപ്പൊ ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല, എന്തായാലും ഞാൻ ഇറങ്ങുമ്പോ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് വീണ വേഗം റെഡിയാകുന്നു. ആ സമയത്ത് പുറത്തുണ്ടായിരുന്ന വീണയുടെ അച്ഛൻ അവിടെ ജോലിക്കാരെ കൊണ്ടുപോയിട്ട നാളികേരത്തിന്റെ കണക്ക് നോക്കുകയും അത് ആരുടെ കൈകളിലൊക്കെ കൊണ്ടുചെന്ന് കൊടുക്കണമെന്ന് അവരെ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയത്തിനകം വീണ റെഡിയായി. വീണ കൂട്ടുകാരിയെ ഫോണിൽ വിളിച്ച് താൻ ഇവിടുന്ന് പുറപ്പെടുകയാണെന്ന് പറയുന്നു. അതിനുശേഷം വീണ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വീണയുടെ അച്ഛൻ എവിടേക്കാണ് പോകുന്നതെന്ന് വീണയോട് ചോദിച്ചു. രാമകൃഷ്ണന്റെ ചോദ്യം കേട്ട് വീണ പറഞ്ഞു, അച്ഛാ, ഞാൻ ഒന്ന് ക്ഷേത്രത്തിൽ പോകുക. അത് കേട്ടതും ഈ ഉച്ചയായ നേരത്തോ, ഈ വെയിൽ വെച്ചപ്പോഴാണോ നീ പോകുന്നത്? അങ്ങനെയായിരുന്നെങ്കിൽ നേരത്തെ പൊയ്ക്കൂടായിരുന്നോ എന്ന് വീണയോട് രാമകൃഷ്ണൻ അന്വേഷിച്ചു. അങ്ങനെ ചോദിച്ചുകൊണ്ട് നിന്നപ്പോ വീണ പറഞ്ഞു, കുഴപ്പമില്ല അച്ഛാ, ഞാൻ പതുക്കെ നടന്നോളാം എന്ന് പറഞ്ഞ് വീണ പോകാൻ ഒരുങ്ങുമ്പോ അവിടേക്ക് ഹരിയെത്തി. ഹരിയെ കണ്ടതും കൃത്യസമയത്ത് വന്നല്ലോ എന്ന് മനസ്സിൽ ദുഷിപ്പോടെ വീണ പറഞ്ഞു. അപ്പോഴാണ് ഹരി വന്നു നിന്നതോടെ രാമകൃഷ്ണൻ ചോദിച്ചു, എന്താടാ നിന്റെ മുഖത്താകെ ഒരു വാട്ടം എന്ന് ചോദിച്ചതും ഹരി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല അമ്മാവ, ഈ വെയില് കൊണ്ട് വന്നിട്ടായിരിക്കും എന്ന് ഹരി പറഞ്ഞു. അത് കേട്ട ഉടനെ രാമകൃഷ്ണൻ പറഞ്ഞു, അത് ശരി, ഇപ്പൊ ഈ വെയിലത്ത് ക്ഷേത്രത്തിൽ പോകാൻ ഒരുക്കിയാണ് ഒരുത്തി. എന്തായാലും നീ വന്നല്ലോ, ആ സ്ഥിതിക്ക് ഹരി നീ ഇവളെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വിട്ടിട്ട് വാ എന്ന് രാമകൃഷ്ണൻ ഹരിയോട് പറഞ്ഞു. അപ്പോഴേക്കും വീണ പറഞ്ഞു, അതൊന്നും സാരമില്ല ചാ, വെറുതെ ഹരിയേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞതും വീണയോട് രാമകൃഷ്ണൻ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടാ മതി, നീ ഇവിടെ നിന്ന് ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഹരിയുടെ കൂടെ പോയാൽ മതി, ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് അകത്ത് കയറിയിരുന്നു. എന്താ നിന്റെ തീരുമാനം, നീ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് രാമകൃഷ്ണൻ അന്വേഷിച്ചു. അത് കേട്ടതും ഉടനെ മനസ്സോടെ വേഗം തന്നെ ഹരിയുടെ സ്കൂട്ടറിൽ ചെന്ന് കയറുന്നു വീണ. അതിനുശേഷം ഹരി വീണയുമായി ക്ഷേത്രത്തിലേക്ക് എത്തി. വണ്ടി അവിടെ കൊണ്ടു നിർത്തിയതിനു ശേഷം വീണയോട് പോയി തൊഴുതിട്ട് വരാനായി ഹരി പറഞ്ഞു. ഞാനിവിടെ കാത്തു നിൽക്കാം, വേഗം പോയി തൊഴുതിട്ട് വന്നോളൂ എന്ന് പറഞ്ഞത് ഹരിയോട് വീണ പറഞ്ഞു, അതൊന്നും വേണ്ട ഹരിയേട്ടാ, ഹരിയേട്ടൻ പൊയ്ക്കോ, ഞാൻ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് പതുക്കെ വന്നോളാം എന്ന് പറഞ്ഞപ്പോ ഹരി പറഞ്ഞു, അത് ശരിയാവില്ല, അമ്മാവൻ പറഞ്ഞു വെച്ചതല്ലേ, അതുകൊണ്ട് നിന്നെയും കൂട്ടി ചെന്നില്ലെങ്കിൽ അമ്മാവൻ എന്നെ വഴക്ക് പറയും, വേഗം നീ തൊഴുതിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ വീണ പറഞ്ഞു, അതെങ്ങനെ ശരിയാകും, ക്ഷേത്രത്തിൽ പോകുന്നത് നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടാനല്ലേ, അവിടെ ധൃതി വെച്ച് തൊഴാൻ കഴിയോ, എനിക്ക് തിരക്കുണ്ട് ഭഗവാനെ എന്ന് പറഞ്ഞ് ഓടിപ്പിടിച്ച് പോരാനാകുമോ, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അല്പനേരം അവിടെ ഇരുന്നിട്ടല്ലേ പോരാൻ കഴിയൂ എന്ന വീണയുടെ ചോദ്യം കേട്ട് ഹരി എന്ത് പറയുന്നു അറിയാതെ ആകെ വിഷമിച്ചു. ഉടനെ ഹരിയോട് വീണ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാൻ ഹരിയേട്ടാ, ഹരിയേട്ടൻ നിന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ലല്ലോ, ബുദ്ധിമുട്ടുകയും വേണ്ട, ഞാനിപ്പോ തന്നെ തിരിച്ചു പോരാം, നമുക്ക് പോയേക്കാം എന്ന് ഹരിയോട് വീണ പറഞ്ഞു. അത് കേട്ടതും ഹരി പറഞ്ഞു, അത് ശരിയാവില്ലല്ലോ, ഇവിടെ വരെ വന്നിട്ട് ഭഗവാനെ തൊഴാതെ പോകുന്നത് മോശമല്ലേ എന്ന് ചോദിച്ചതും വീണ പറഞ്ഞു, അതാ ഹരിയേട്ടൻ ഞാൻ പറഞ്ഞത്, ഹരിയേട്ടൻ ഇവിടെ നിൽക്കുമ്പോൾ ഹരിയേട്ടന് ബുദ്ധിമുട്ടും, എനിക്ക് അവിടെ തൊഴുതു നിൽക്കുമ്പോൾ എനിക്ക് ആകെ തത്രപ്പാടും, അത് ഒഴിവാക്കാനാ ഹരിയേട്ടനോട് പൊക്കോളാനായി ഞാൻ പറഞ്ഞതെന്ന് വീണ അറിയിച്ചു. അത് കേട്ടതും ഹരി, എന്നാ ശരി ഞാൻ പോവാ എന്ന് പറഞ്ഞ് വേറെ എത്തണേ എന്ന് വീണയോട് ഹരി പറയുന്നു. ശരിയെന്ന് വീണ സമ്മതിക്കുമ്പോഴും
ഹരി ആകെ സംശയത്തോടെ വീണയെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഭക്തി ഇല്ലാതിരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഭക്തി അങ്ങ് ഉണ്ടായാലേ പിന്നെ അത് വലിയൊരു ഈ ഭക്തി മാർഗത്തിൽ തന്നെയായിരിക്കും പിന്നെ അവർ മുന്നോട്ട് പോവുക. അങ്ങനെയൊന്നും ആയിക്കളയല്ലേ എന്ന് ഹരി വീണയോട് പറയുമ്പോ അത് കേട്ട വീണ പറഞ്ഞു, എന്തായാലും ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ആകില്ല വീണ, ആകത്തില്ല ഹരിയേട്ടാ എന്ന് പറഞ്ഞ് വീണ അകത്തേക്ക് കയറുന്നു. ഈ സമയത്ത് ഹരി വേഗം സ്കൂട്ടി എടുത്ത് പോകുന്നത് കണ്ട് വീണ കുറച്ചു നേരം ക്ഷേത്രത്തിന് വാതുക്കൽ തന്നെ നിൽക്കുന്നു. തന്റെ പദ്ധതി വിജയിച്ചതിന്റെ അഹങ്കാരത്തോടെ ഹരിയുടെ വണ്ടി അവിടെ നിന്ന് മറയുന്നത് വരെ ആ ക്ഷേത്ര പരിസരത്ത് തന്നെ വീണ നിൽക്കുന്നു.